ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് സേമിയ കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമ്മൾ നോർമൽ റവയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. സോ ഇത്തവണ നമുക്കൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇവിടെ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1 to 2 ടേബിൾ സ്പൂൺസ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവോള, ഒരു ക്യാരറ്റിൻ്റെ പകുതി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ആവശ്യത്തിന് വേപ്പില, ഇതൊക്കെ ഞാൻ കുഞ്ഞി പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉഴുന്നൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വേപ്പില, പച്ചമുളക്, സവോള, അതേപോലെ തന്നെ ക്യാരറ്റ്, ഇഞ്ചി, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിലായാലും കട്ട് ചെയ്ത് ചേർക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നൊരു സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സും ചേർക്കുന്നുണ്ട്. ഇത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. സേമിയ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് സേമിയയ്ക്ക് 1.5 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന സേമിയ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. എപ്പോഴും തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സേമിയൊക്കെ നന്നായിട്ട് കുക്കാവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി സേമിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി സേമിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് സേമിയ വെന്തിട്ടുണ്ട്. കൂടുതൽ കുഴങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്